ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ആയിരം ആയിരം അമരേന്ദ്രന്മാർ, കോടിക്കോടി ദേവന്മാർ, സംഖ്യ കൊണ്ട് കണക്കാക്കുവാൻ സാധിക്കാത്തത്ര സപ്തഋഷികൾ, ഇവരെയെല്ലാം എണ്ണമറ്റ സഹസ്രാബ്ദങ്ങളിൽ കീഴൊതുക്കി നിർത്തിയ പരമ്പൊരുളാണ് പടിക്കൽ ഇരുന്നരുളുന്നവൻ. മഹാബലിയുടെ വിവരണം കേട്ടപ്പോൾ പെട്ടെന്ന് രാവണൻ ചോദിച്ചു, പ്രഭോ, പ്രേതാധിപനെ മൃത്യുവിനോടുകൂടി ഞാൻ കണ്ടു. ഊർധ്വരോമങ്ങളോടുകൂടി പാശമേന്തി ജ്വലിക്കുന്ന ഭീഷണന്റെ ദേഹരോമങ്ങൾ തേളുകളും സർപ്പങ്ങളുമാണ്. ദംഷ്ട്ര കൊണ്ട് ഭയങ്കരമായ ആ വക്രം വിദ്യുത്തായി പ്രകാശിക്കും. സകല ജീവ ലോക ഭയങ്കരനായ യമൻ മധ്യാഹ്ന സൂര്യനെ പോലെ ഒരുവനും നോക്കുവാൻ സാധിക്കാത്തവനും, ചെന്തി പോലെ തുടുത്ത നേത്രങ്ങളോടു കൂടിയവനും, അതിശീഘ്രഗാമിയും, പോരിൽ പിന്മാറാത്തവനും, പാപിവർഗങ്ങളെ മുഴുവൻ നിഗ്രഹിക്കുന്നവനുമാണല്ലോ. ആ അന്തകൻ കൂടി എന്നോട് പൊരുതി തോറ്റുപോയി. ഭയമോ ദുഃഖമോ അല്പം പോലും ആ സന്ദർഭത്തിൽ എനിക്കുണ്ടായിട്ടില്ല. അവിടുന്ന് പറഞ്ഞവനെ ഞാൻ അറിയുന്നില്ല. അതുകൊണ്ട് അവനെപ്പറ്റി ഒന്നുകൂടി വിശദമായി പറയൂ. വിരോചനശൂന്യമായ മഹാബലി തുടർന്നു. ഹേ രാവണ, ഈ 3 ലോകങ്ങളെയും സൃഷ്ടിക്കുന്ന മഹാപ്രഭു ഹരിനാരായണനാണ് ഈ ദേവൻ. അവസാനമില്ലാത്തവൻ, കപിലൻ, നരസിംഹം, മഹാദ്യുതി എഴുന്ന മഹാവിഷ്ണു, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന തേജസ്, സർവരാലും വാഴ്ത്തപ്പെടുന്ന പരംപ്രകാശം, ഏതൊരു ജീവിക്കും ഭയമേകുന്ന പാശധാരി, 12 സൂര്യന്മാർ ഒന്നിച്ചുദിക്കുമ്പോൾ ഉള്ള ശോഭയാർന്നവൻ, പുരാണനായ പുരുഷോത്തമൻ, കരിങ്കാർ നിറമാർന്നവൻ, സുരന്മാരിൽ വെച്ച് ഉത്തമോത്തമൻ, അമരനാഥനാഥൻ, ജ്വാലാമാല സ്വരൂപി, മഹാബാഹുവായ യോഗീശ്വരൻ, ഭക്തജനപ്രിയൻ, ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുന്നവൻ, ചരാചരങ്ങൾക്ക് താങ്ങും തണലുമായിട്ടുള്ളവൻ, എല്ലാറ്റിനെയും സംഹരിക്കുന്ന മഹാബലവാൻ, യജ്ഞവും യാജ്യവുമായി തിളങ്ങുന്നവൻ, ദിവ്യമായ ചക്രായുധത്തെ ധരിക്കുന്ന ഹരി, സർവദേവ സ്വരൂപൻ, സർവഭൂത സ്വരൂപൻ, സർവലോക സ്വരൂപൻ, സർവവിജ്ഞാന സ്വരൂപൻ, സർവരൂപവും ഇയെന്ന മഹാസ്വരൂപി, ബലങ്ങളുടെ ദേവനായ മഹാഭുജൻ, വീരചക്ഷുസുള്ള വീരഹന്താവ്, അനശ്വരനായ ത്രൈലോക്യഗുരു, ഇങ്ങനെയെല്ലാമാണ് മോക്ഷാർത്ഥികളായ യോഗീശ്വരന്മാർ അവിടുത്തെ പറ്റി പറയുന്നത്. വിശ്വവ്യാപിയായി അരൂപിയായിരിക്കുന്ന പുരുഷോത്തമനെ അറിയുന്നവനിൽ ഒരു തരത്തിലുള്ള പാപവും യേശുകയില്ല. സ്മരണം, സ്തുതി, യജ്ഞം എന്നിവയാൽ സന്തുഷ്ടനാകുന്ന കാരുണ്യവാരധി ആവശ്യമുള്ള സർവവും സദയം നൽകും. മഹാബലിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ രാവണനെ ക്രുദ്ധനാക്കി. കണ്ണുകൾ ചുവന്നു. മഹാശക്തനായ രക്ഷോനാഥൻ ദിവ്യാസ്ത്രവുമേന്തി പുറപ്പെട്ടു. ആ ഘോരാകാരൻ്റെ വരവ് കണ്ട ഗദാധാരി മഹാപ്രഭുവായ ഹരിഭഗവാൻ, ബ്രഹ്മാണ്ഡത്തിലുള്ള സർവ്വലോകങ്ങളെയും ധരിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തവിഹീനൻ, ഈ മഹാപാപിയെ ഞാനിപ്പോൾ നിഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ വിധാതാവിൻ്റെ പ്രിയത്തിനു വേണ്ടി നിശ്ചയിച്ചു. ഹേ രാമ, അതോടുകൂടി ആ പുരുഷോത്തമനെ നിശാചര വരന് കാണുവാൻ സാധിച്ചില്ല. ദശകന്ധരൻ ബലിഭവനത്തിൽ നിന്ന് പോന്നു. അല്പം ചിന്തിച്ചു നിന്ന് നേരെ സൂര്യലോകത്തിലേക്ക് യാത്ര തിരിച്ചു. മനോഹര ശ്രീയാർന്ന മേരു ശൃംഗത്തിൽ ആ രാത്രി വസിച്ച് പ്രഭാതത്തിൽ വിമാനത്തിൽ കയറി മനോവായുക്കളുടെ വേഗമാർന്നതും സൂര്യാശ്വ തുല്യമായതുമായ പുഷ്പകം ഉയർന്നു. സകല തേജോനിധിയായി ശുഭാംഗനയായി പൊന്നിൻ കേയൂരങ്ങൾ അണിഞ്ഞ് ചെമ്പട്ടുടയാട ധരിച്ച് രണകചിത കുണ്ഡലങ്ങളാൽ മിന്നിത്തിളങ്ങുന്ന വക്ത്രത്തോടെ പതക്കം, അംഗദം, രക്തവർണമാല്യങ്ങൾ, രക്തചന്ദനം എന്നിവയാൽ ജാജുല്യമാന ശരീരനായി 1000 രശ്മിജാലങ്ങളെ പ്രസരിക്കുന്ന ആദിദേവൻ, സപ്ത്വാശ വാഹനനായ വിഭു, ആദി, മത്സ്യം, അന്തം എന്നിവയില്ലാത്തവൻ, ഉലകത്തിലെ സർവകർമ്മങ്ങളുടെയും സാക്ഷിയായ ഈശ്വരൻ, ദേവവരനായ ആദിത്യൻ, രാവണന്റെ അക്ഷികൾക്ക് നേരിൽ സുവ്യക്തനായി സൂര്യ തേജസ് കൊണ്ട് അത്യധികം വിഷമിക്കുന്ന പ്രഹസ്തനോട് ലങ്കേശ്വരൻ കൽപ്പിച്ചു, ഹേ അമാത്യശ്രേഷ്ഠ, തേജോരശ്മികളോട് കൂടിയവനും ശ്രേഷ്ഠനുമായ മാർത്താണ്ഡനോട് എൻ്റെ സന്ദേശ ശാസനത്തെ നേരിട്ട് വേഗത്തിൽ അറിയിക്കൂ. രാവണനിത യുദ്ധസന്നദ്ധനായി വന്നിരിക്കുന്നു. ഒന്നെങ്കിൽ അടരിനൊരുങ്ങുക, അല്ലെങ്കിൽ തോറ്റതായി സമ്മതിക്കുക. രണ്ടിലൊന്ന് ഉടനെ ചെയ്യണം. സജീവ മുഖ്യൻ രാജാജ്ഞ അനുസരിച്ച് അർക്കൻ്റെ അടുത്തേക്ക് ചെന്നു. പിങ്കളൻ, ധണ്ഡി എന്നു പേരുള്ള ദ്വാരപാലകന്മാരാണ് ഭാസ്കരദേവന്. പ്രഹസ്തൻ അവരോട് ദശാസിൻ്റെ തീർപ്പ് പറഞ്ഞ് മൗനമായി നിന്നു. സൂര്യ തേജസ് കൊണ്ട് രാക്ഷസ അമാത്യൻ ചുട്ടെരിയുവാൻ തുടങ്ങി. ധണ്ഡി എന്ന ദ്വാരപാലകൻ പ്രഭു സമീപത്തിൽ ചെന്ന് തല കുനിച്ചു വണങ്ങി നക്തഞ്ചരേന്ദ്ര നിർദ്ദേശം അറിയിച്ചു. ആ വർത്തമാനം കേട്ട് അല്പമൊന്ന് ആലോചിച്ച് ആദിത്യൻ ധണ്ഡിയോട് പറഞ്ഞു, ധണ്ഡി, നീ അവൻ്റെ അടുത്തേക്ക് പോകൂ. ഒന്നെങ്കിൽ അവനെ ജയിക്കൂ, അല്ലെങ്കിൽ തോറ്റതായി പറയൂ. നിനക്ക് എന്താണോ തോന്നുന്നത് അത് പറയാം. എനിക്ക് നിൽക്കുവാൻ സമയമില്ല.
മഹാത്മാവായ ഭാസ്കരൻ യാത്ര തുടർന്നു കഴിഞ്ഞു. രാവണ സമീപത്തിലെത്തിയ ദണ്ഡി ആദിത്യൻ അരുളി ചെയ്തതെല്ലാം ഉണർത്തി. മഹാനുഭാവനായ ദണ്ഡിയുടെ വാക്കുകൾ കേട്ട ദശവദനൻ കർമ്മസാക്ഷിയായ ഭഗവാനെ വിജയിച്ചതായി ഉദ്ഘോഷിച്ചുകൊണ്ട് പിന്മാറി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.